ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ആപ്പിച്ചിന് ചെറുങ്ങനെ പനിക്കുന്നുണ്ട്. അപ്പം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പനിക്ക് നമുക്ക് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്നുള്ള വീഡിയോ ആണിത്. പനിക്കുന്ന കുട്ടിക്ക് ഒരു കാരണവശാലും പച്ചവെള്ളം കൊടുക്കാൻ പാടില്ല. നല്ല കുറച്ച് ചൂടുള്ള വെള്ളം തന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അവർ കുടിക്കാനൊന്നും സമ്മതിക്കില്ല, എന്നാലും നമ്മൾ അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും ചൂടുവെള്ളം കുടിപ്പിക്കണം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് പനീൻ്റെ മരുന്ന് കൊടുക്കണം. ചെറിയ കുട്ടികളുള്ള എല്ലാ പേരൻസും എന്തായാലും നിർബന്ധമായിട്ടും വീട്ടിൽ പാരസെറ്റാമോൾ ഒരാൾ സർപ്രാഷന് 125 എന്തായാലും വീട്ടിൽ കരുതണം. ഡോസ് കൂടിയതൊന്നും ആവശ്യമില്ല, ഡോസ് കുറഞ്ഞത് വീട്ടിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ സ്റ്റോർ ചെയ്തിട്ട് വെച്ചതുകൊണ്ട് ഞാനായിരുന്നു 5 ml എടുത്തിട്ട് ആപ്പിച്ചിന് കൊടുത്ത് ഗൈസ്. ആപ്പിച്ചിന് 5 വയസ്സായതുകൊണ്ടാണ് 5 ml കൊടുത്തത്. കുട്ടികളെ ഏജിനനുസരിച്ച് നമുക്ക് ഡോസ് കുറച്ച് കൂട്ടി കൊടുക്കാം. അടുത്തത് ഞാൻ കൊടുക്കാൻ പോകുന്നത്, പിന്നെ ഞാൻ സ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് ജലദോഷത്തിന് മരുന്നാണ്. അതും കൂടി 5 ml ഓനിക്ക് കൊടുത്തിട്ടുണ്ട്. 5 വയസ്സായതുകൊണ്ട് 5 ml കൊടുത്തതാണ്. അങ്ങനെ അടുത്തത് സ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് ആവി പിടിക്കുന്ന മെഡിസിനാണ്. അത് ഇഞ്ചക്ഷനും ആവി പിടിക്കുന്ന മരുന്നും മെഡിക്കൽ സ്റ്റോറിൽ പോയെങ്കിൽ നമുക്ക് കിട്ടും. അത് ഏജിനനുസരിച്ചിട്ട് അവർ എത്ര ഡോസാണ് ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞുതരും. അതുപോലെ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. 2 മരുന്നിൽ നിന്നും ഒന്നിൽ നിന്ന് 1 ml 1.5 ml കൂടിയിട്ട് ആവി പിടിക്കുന്ന മെഷീനിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ലോണം ഒഴിച്ചു കൊടുത്ത ശേഷം ബാക്കി വരുന്ന ആവി പിടിക്കുന്ന മരുന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ ആരും, അല്ലെങ്കിൽ അത് കേടായി പോകും. അങ്ങനെ രണ്ടും കൂടിയിട്ട് നല്ലോണം, എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നത്. മുമ്പ് ഓൾറെഡി എൻ്റെ കയ്യിൽ ആവി പിടിക്കുന്ന മെഷീൻ ഉണ്ടായിന്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ആൻറ്റിബയോട്ടിക് ഒരിക്കലും നമ്മൾ ഡോക്ടർ നിർദ്ദേശമില്ലാതെ നമ്മളെ കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല. ഇതേപോലെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടും പനി കുറയുന്നില്ലെങ്കിൽ ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യാം. ഇതാണ് ഞാൻ എൻ്റെ മക്കൾക്ക് എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്. കുറവില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. ഓരോരോ പേരൻസ് ചെറുങ്ങനെ പനി വരുമ്പോൾ ഓടിപ്പോയിട്ട് ഡോക്ടറെ കാണിക്കുന്ന സ്വഭാവമില്ലവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പ്രാപ്തരാക്കിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അമ്മൂൻ്റെ യൂട്യൂബ് ചാനലാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്.